ഓ നമുക്ക് അവിടെ പോകാം. കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ്. ഇന്നിവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയാണ്. നമുക്കതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടുമ്മൻ വിളിച്ച യോഗം പുതുപ്പള്ളി വില്ലേജ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിന് മുകളിൽ നടക്കുകയാണ്. നമുക്കതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. കാരണക്കാരായ വൈസ് പ്രസിഡന്റ് ശ്രീമതി ഗീത ഷിലുവിനെ ഈ അവസരത്തിൽ ആദരിക്കുക. ബഹുമാനീയരായ എൻ്റെ ഏറ്റവും ബഹുമാനപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിജയത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരഭടന്മാരെ, ഇവിടെ നമ്മുടെ ബഹുമാനായ MLA സൂചിപ്പിച്ചതുപോലെ 5 വർഷങ്ങൾക്ക് മുമ്പ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നമ്മളിൽ നിന്നും കൈവിട്ടു പോയതാണ്. അദ്ദേഹം നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോകുമ്പോൾ ഉമ്മൻചാണ്ടി സാറിന് ഒരു സ്വപ്നം ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അടക്കം ഈ നിയോജക മണ്ഡലത്തിലെ മറ്റ് പഞ്ചായത്തുകൾ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ ഒതുക്കണമെന്ന്. ആ പ്രവർത്തനം അന്നു മുതൽ അദ്ദേഹത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിയും പുതുപ്പള്ളിയിലെ വാർഡ് തലത്തിലുള്ള പ്രവർത്തകരെ കൂടി സജ്ജമാക്കിക്കൊണ്ട് വിഷൻ 2025 എന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് എല്ലാ വാർഡുകളിലും വോട്ടർമാരെ ചേർക്കേണ്ടവരെ മുഴുവൻ ചേർത്ത് നമ്മുടെ വാർഡിൽ നിന്ന് മുഴുവൻ സമര ഭടന്മാരെയും സന്നദ്ധ പ്രവർത്തകരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചേരിയിലേക്ക് അടുപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള അക്ഷീണ പ്രയത്നങ്ങളുടെ ഫലമായി നമുക്ക് 19 വാർഡുകളിൽ 14 വാർഡുകളിലേക്ക് വിജയിച്ചു വരുവാൻ കഴിഞ്ഞു. 1-2 വാർഡുകളിൽ 10-25 വോട്ടുകൾക്ക് താഴെയുള്ള ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടു. ആ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളെ നമ്മുടെ ചിറകിന്റെ കീഴിൽ അണിനിരത്തിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരണസമിതി ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ 19 വാർഡുകളിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടി പാറക്കിറക്കുന്നതിനും ഉമ്മൻചാണ്ടി സാറിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഞങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ, ഭരണസമിതിയുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇവിടെ ഈ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ചില കിംവദന്തികളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഐക്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഐക്യം തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന ആ ഒരു ആത്മാർത്ഥമായ
ആ ഉത്തരവാദിത്വം ഞങ്ങളെ 14 പേര് ഏറ്റെടുത്തിരിക്കുകയാണ്. ഏകോദര സഹോദരന്മാരെ പോലെ ഞങ്ങൾ ഒരുമിച്ച് ഈ ഭരണസമിതിയും ഇനിയും വരാൻ പോകുന്ന പ്രസിഡന്റ് അടക്കമുള്ള ഭരണസമിതിയും മുന്നോട്ട് പോകും. അതിനകത്ത് ആരെയും മാറ്റി നിർത്തുകയോ ആരാണ് വലുത് ആരാണ് ചെറുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി ഉള്ള പ്രവർത്തനമോ ഉണ്ടാകും. പുതുപ്പള്ളിയിലെ സാധാരണ ജനങ്ങളുടെ, പട്ടിണി പാവങ്ങളുടെ, ചേരി നിവാസികളുടെ, കോളനി നിവാസികളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരവും ഇവിടുത്തെ ജലജീവൻ പദ്ധതിയുടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള അക്ഷീണ പ്രയത്നവും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ഈ ഭരണസമിതിയെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേറ്റാൻ ഐക്യജനാധിപത്യ മുന്നണിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും സഹായിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. ആ ഉത്തരവാദിത്വവും ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഈ ഭരണസമിതിയെ മുന്നോട്ടുള്ള ഭരണസമിതിയെ അക്ഷീണം പ്രയത്നിക്കും. ഇവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും, പുതുപ്പള്ളിയിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണവും പിന്തുണയും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി ഇന്ന് ഉച്ചയ്ക്ക് 2:30 തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റായി 12ാം വാർഡ് കൈതേപ്പാലം മെമ്പർ ശ്രീമതി ഗീത ഷിജുവിനെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തിട്ടുള്ളതാണ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണവും പിന്തുണയും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാം. ഒരുപാട് പറഞ്ഞു. ഏറെ ബഹുമാനപ്പെട്ട പ്രവർത്തകരെ, പഞ്ചായത്തിൻ്റെ ഓരോ വോട്ടർമാരും ഞങ്ങൾക്ക് തന്ന ഈ വിജയത്തിൻ്റെ ഇന്നീ നിമിഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഈ ഭരണസമിതി മുമ്പിൽ നിൽക്കും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞങ്ങളെ വിജയിപ്പിച്ച എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. ഇവിടുത്തെ മീറ്റിംഗ് അവസാനിച്ചു. ഇനിയും പഞ്ചായത്ത് ഓഫീസിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പോകാം.